നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 5. കുറഞ്ഞ വെള്ളം. നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ മാത്രമാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിൽ നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി എന്നാണ് അർത്ഥം. ദാഹം എന്ന തോന്നൽ വരുന്നത് തന്നെ നമ്മുടെ ശരീരം ഡീഹൈഡ്രേഷന്റെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ്. അതായത് നിങ്ങൾ വെള്ളത്തിനായി കൈ നീട്ടുമ്പോൾ നിങ്ങളുടെ തലച്ചോറും ഹൃദയവും അതിന്റെ ബേസിക് ഫംഗ്ഷനുകൾ കുറച്ചുവെച്ച് ഒരു സ്ട്രെസ് മോഡിൽ കയറി കഴിഞ്ഞിരിക്കും. വെള്ളം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിന്റെ കോശങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും. അതെ, നിങ്ങളുടെ ബ്രെയിൻ ശരിക്കും ഷ്രിങ്ക് ചെയ്യും. നിങ്ങൾ സ്ഥിരമായി തലവേദനയുണ്ടെന്ന് പറയുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഈ ചുരുങ്ങലാണ്. പിന്നെ ദേഷ്യം, മൂഡ് സ്വിങ്സ്, ചിന്തിക്കാനുള്ള കഴിവ് കുറയുക, ഇതെല്ലാം വെള്ളം കുറഞ്ഞതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ മെയിൻ എഞ്ചിൻ ഓയിലില്ലാതെ ഓടിക്കുന്നത് പോലെയാണ്. എപ്പോഴെങ്കിലും ഓവിയന്റെ അടുത്ത് 1 മണിക്കൂർ നിന്ന ശേഷം നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണവും ദേഷ്യവും തോന്നാറുണ്ടോ? വെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ വരെ ബാധിക്കുന്നുണ്ട്. നമ്പർ 4. ഹെഡ്ഫോൺ അഡിക്ഷൻ. ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാട്ട് കേൾക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ശീലമാണ്. ലോകത്തെ മൊത്തം കട്ട് ചെയ്ത് നമ്മുടെ മാത്രം ലോകത്തേക്ക് പോകാൻ ഇതിലും നല്ലൊരു വഴിയുണ്ടോ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇയർഫോണിൽ ശബ്ദം കൂട്ടുന്ന ഓരോ ഡെസിബലും നിങ്ങളുടെ ചെവിയിലെ കോശങ്ങളെ പതിയെ കൊല്ലുകയാണ്. നിങ്ങളുടെ ചെവിയിൽ ചെറിയ മുടി കോശങ്ങളുണ്ട്. ഇവയുടെ ജോലിയാണ് ശബ്ദത്തെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ 85 ഡെസിബലിൽ കൂടുതൽ ശബ്ദം കേൾക്കുമ്പോൾ ഈ മുടി കോശങ്ങൾ ഇളകിമറിയും. ഒരു ഹെവി മെറ്റൽ കൺസേർട്ട് പോലെ. സ്ഥിരമായി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കോശങ്ങൾ ക്ഷീണിച്ച് നശിച്ച് പിന്നെ തിരിച്ചു വളരില്ല. അതെ, കേൾവി പോയാൽ പോയതാണ്. നിങ്ങളിപ്പോൾ ഹെഡ്ഫോണിൽ ഒരു പാട്ട് കേട്ട് തലയാട്ടുമ്പോൾ നിങ്ങളുടെ ചെവിയിലെ ഈ കോശങ്ങൾ നിങ്ങളോട്, സഹോദര, ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. 10 വർഷം കഴിഞ്ഞ് എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകും. നമ്പർ 3. ഇരുട്ടിലെ സ്ക്രീൻ. രാത്രി കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് പുതപ്പിനുള്ളിലിരുന്ന് ഫോൺ നോക്കുന്നതാണ് നിങ്ങളുടെ വിനോദമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളോട് മാത്രമല്ല ഉറക്കത്തോടും ഒരു വലിയ യുദ്ധമാണ് പ്രഖ്യാപിക്കുന്നത്. ഇരുട്ടിൽ നിങ്ങളുടെ കണ്ണൈറിസ് പരമാവധി വികസിപ്പിച്ച് കൂടുതൽ വെളിച്ചം ഉള്ളിലേക്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചെറിയ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ കണ്ണിനെ നേരിട്ട് ആക്രമിക്കുകയാണ്. നിങ്ങളുടെ കണ്ണിന് ഇതൊരു ചെറിയ ദുരന്തമാണ്. എന്നാൽ ഇതിലും അപകടകരമായത് നിങ്ങളുടെ തലച്ചോറിനാണ് സംഭവിക്കുന്നത്. ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ഉറക്ക ഹോർമോണായ മെലറ്റോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. മെലറ്റോണിൻ ഉണ്ടാകണമെങ്കിൽ ഇരുട്ട് വേണം. അതായത് നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വിചാരിക്കുന്നത് ഇപ്പോഴും പകലല്ലേ എന്നാണ്. സ്വാഭാവികമായും ഉറക്കം വരില്ല. ഉറങ്ങാൻ വൈകുന്നു, ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയുന്നു. ഒരാഴ്ച ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങളുടെ ചിന്താശേഷിയും പ്രതിരോധശേഷിയും ഒരു തകർന്ന കോട്ട പോലെയാകും. ഒരു ദിവസം നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു, ഇരുട്ടിൽ ഫോൺ നോക്കരുത്. നിങ്ങൾ ലൈറ്റ് ഓൺ ചെയ്യുന്നു. 30 സെക്കൻഡ് കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്യുന്നു. നിങ്ങൾ ശരിക്കും ചെയ്യുന്നത് നിങ്ങളുടെ ഉറക്ക സൈക്കിളിനെ ഒരു വലിയ തമാശയാക്കുകയാണ്. നമ്പർ 2. ദേഷ്യത്തിലെ ഡ്രൈവിംഗ്. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഏറ്റവും അപകടകരമായ കാര്യങ്ങളിലൊന്നാണ് ഡ്രൈവിംഗ്. ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ ഒരുത്തൻ ഓവർടേക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഹോൺ കേട്ടാൽ നിങ്ങളുടെ ശരീരം പെട്ടെന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറും. അതായത് സിംഹത്തെ കാണുമ്പോൾ ശരീരം എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ. അഡ്രീനലിൻ പമ്പ് ചെയ്യപ്പെടുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, കൈകൾ മുറുകുന്നു. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ ദേഷ്യത്തിന്റെ കാരണക്കാരനിൽ മാത്രമായി ചുരുങ്ങുന്നു. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറിന്റെ പ്രധാന ഭാഗം, അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതും അപകടങ്ങൾ തിരിച്ചറിയുന്നതുമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ഒരു മൂലയ്ക്കിരുന്ന് മയങ്ങാൻ തുടങ്ങും. പെട്ടെന്നൊരു ബ്രേക്ക് ഇടണമോ വഴി മാറണമോ എന്നൊന്നും തലച്ചോറിന് കൃത്യമായി അറിയില്ല. ചുരുക്കത്തിൽ, നിങ്ങൾ ദേഷ്യപ്പെട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ ആ സമയത്തെ വികാരമാണ്. ആ നിമിഷത്തിലെ ദേഷ്യം നിങ്ങളെ ഒരു ചെറിയ ബോംബ് പോലെ ആക്കി റോഡിലൂടെ ഓടിക്കുകയാണ്. വീട്ടിലെത്തുന്നതുവരെ ഇതൊരു സർവൈവൽ ഗെയിമാണ്, അല്ലാതെ സാധാരണ യാത്രയല്ല. നമ്പർ 1. ബ്രഷ് ചെയ്യുന്ന രീതി. നിങ്ങളുടെ പ്രഭാതം തുടങ്ങുന്നത് ബ്രഷ് ചെയ്താണ്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വായ വൃത്തിയാക്കി പല്ലിനെ സംരക്ഷിക്കുന്നു എന്നാണ്. പക്ഷെ നിങ്ങൾ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു വലിയ മണ്ടത്തരമുണ്ട്. ശക്തിയായി തിരശ്ചീനമായി ബ്രഷ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് പവർ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇനാമൽ, അതായത് പല്ലിന്റെ പുറമേയുള്ള കട്ടിയുള്ള കവചം, ഒരു പേപ്പർ പോലെ ഉരസിപ്പോകാൻ തുടങ്ങും. നിങ്ങൾ ഒരു ഭയങ്കര ക്ലീനിംഗ് ഓപ്പറേറ്റർ ആകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പല്ലിന്റെ ലൈഫ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനാമൽ പോയാൽ എന്താണ് സംഭവിക്കുക? താഴെയുള്ള ഡെന്റിന് എക്സ്പോസ്ഡ് ആകും. അപ്പോൾ തണുത്ത വെള്ളം കുടിച്ചാലോ ചൂടുള്ള ചായ കുടിച്ചാലോ ഒരു സെൻസിറ്റിവിറ്റി വരും. പിന്നെ പല്ല് ഒരുപാട് തേച്ച് മോണയെ മുകളിലേക്ക് വലിക്കുമ്പോൾ മോണരോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുന്നു. നിങ്ങളൊരു വീട് വൃത്തിയാക്കുമ്പോൾ വീടിന്റെ ഭിത്തി മൊത്തം ചുരണ്ടിക്കളയുന്നത് പോലെയാണിത്. അതുകൊണ്ട് അടുത്ത തവണ ബ്രഷ് ചെയ്യുമ്പോൾ ഒരു പരുപരുത്ത മരം തേച്ചുരച്ച് വൃത്തിയാക്കുന്നത് പോലെ ചെയ്യരുത്. ഒരു മൃദുവായ മസാജ് മതി, അതും മോണയിൽ നിന്ന് പല്ലിന്റെ അറ്റത്തേക്ക് സർക്കുലർ മോഷനിൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങളുടെ പല്ല് അതിന്റെ അവസാന നാളുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അവ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യൂ.